ഞാനും നിങ്ങളും പേടിയോടുകൂടി കേൾക്കേണ്ട ഒരു കാര്യമാണ്. ഞാനും നിങ്ങളും നിസ്സാരമായി തള്ളിക്കളയുന്ന പാപം നമ്മൾ നിസ്സാരമായി കാണുന്നവരാണ്, വലിയ പരിഗണന കൊടുക്കാത്തവരാണ്. ഏതോ പാപം ചെയ്തവനാണ് നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുന്നവനെന്നറിയുമോ? കണ്ടുകുടിക്കുന്നവന് മാത്രമല്ല, വ്യഭിചരിക്കുന്നവന് മാത്രമല്ല, പലിശ തിന്നുന്നവന് മാത്രമല്ല, നിസ്കരിക്കാത്തവനും അല്ലാഹുവിനെ മറന്നു നടക്കുന്നവനും ധിക്കാരിയും മാത്രമല്ല, പിന്നെ പെട്ടെന്ന് നരകത്തിലേക്ക് വീണു പോകുന്ന മനുഷ്യനാരെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാമുണ്ടല്ലോ. ആ പരിശുദ്ധമായ ഖുർആൻ 114 അധ്യായങ്ങൾ, 6600 പരം വരുന്ന പരിശുദ്ധമായ ഖുർആനിലെ ആയത്തുകൾ. ഈ ഖുർആനിലെ പല പല അധ്യായങ്ങളും ഞാനും നിങ്ങളും പഠിച്ചവരാണ്. മദ്രസയിൽ പഠിക്കുന്ന കാലം മുതൽ ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പഠിച്ചവരാണല്ലോ. ഒരുപാട് അധ്യായങ്ങൾ കാണാതെ പഠിച്ചവരാണല്ലോ. ഓർമ്മയുണ്ടോ വാപ്പാ? മദ്രസയിൽ പഠിക്കുന്ന കാലത്ത് പള്ളിയിലെ ഉസ്താദന്മാര് എനിക്കും നിങ്ങൾക്കും പഠിപ്പിച്ചു തന്ന ഖുർആനിലെ അധ്യായങ്ങൾ, ഒരുപാട് സൂറത്തുകൾ പഠിപ്പിച്ചു തന്നല്ലോ. ഈ പഠിപ്പിച്ചു തന്ന സൂറത്തുകളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഉപ്പമാരെ? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഇന്നുവരെ നീ അതൊന്ന് ഓതിയെടുക്കാൻ നീ ഇന്നുവരെ ഒന്ന് തയ്യാറായിട്ടുണ്ടോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിച്ചിട്ട്, അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാം പഠിച്ചിട്ട് ഒരായത്ത് മറന്നു കളഞ്ഞാൽ ഒരധ്യായത്തിന്റെ കഥയല്ല. അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും പഠിച്ചിട്ട് കാണാതെ പഠിച്ചിട്ട് മറന്നവന്റെ കഥയല്ല. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് പഠിച്ചിട്ട് അത് മറന്നു കളഞ്ഞ മനുഷ്യ, നാളെ നരകത്തിലേക്ക് നിനക്ക് പെട്ടെന്ന് പോകാൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു തരുമ്പോ ആരാടോ ഓതി നോക്കാൻ തയ്യാറാകുന്നത്? ആ കാണാതെ പഠിച്ച സൂറത്തുകൾ അതൊന്ന് ഓതിയെടുക്കാനുള്ള മനസ്സ്. നീ ബഖറ ഓതണമെന്ന് പറയുന്നില്ല, വദ്ദുഹ മുതൽ ഇങ്ങ് താഴെ വരെയുള്ള ചെറിയ ചെറിയ സൂറത്തുകൾ മദ്രസയിൽ പഠിച്ചവരാണല്ലോ. ആരാണത് ഓതിയെടുക്കാൻ തയ്യാറാകുന്നത്? അതിനെ പരിഗണിക്കാതെ നിസ്സാരമായി തള്ളിക്കളഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന് കൊടുക്കേണ്ട സ്ഥാനവും അതിന് കൊടുക്കേണ്ട മഹത്വവും ഞാനും നിങ്ങളും കൊടുക്കാതെ വരുമ്പോ ഇന്ന് നിസ്സാരമാക്കുകയാണ്. അല്ലാഹുവിന്റെ കലാമിനെ പരിഗണിക്കുന്നവരില്ലല്ലോ, അതിനെ നിസ്സാരമായി തള്ളിക്കളയുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോ നിനക്ക് കളിക്കാനുള്ള ഒരു കാര്യമല്ല അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അത് നിസ്സാരമായി കാണേണ്ട ഒരു കാര്യമല്ല. നിനക്കതിനെ കുറിച്ച് അറിയാഞ്ഞിട്ടാണ്, അല്ലാഹുവിന്റെ കലാമിനെ കുറിച്ച് നിനക്കറിയാത്തത് കൊണ്ടാണ്. ചിന്തിക്കടോ മനുഷ്യ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കൂ. അല്ലാഹു പറയുകയാണ്, ലഖദ് അൻസൽനാ ഇലൈകും കിതാബൻ ഫീഹി ദിക്റുകും അഫലാ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒരുപാട് ഭാഗങ്ങളിൽ അല്ലാഹു പറയുന്നത് ചിന്തിക്കാനാ. വെറുതെ നടന്നാ പോരടോ, ചിന്തിക്കടാ മനുഷ്യ. നീ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നീ എന്നോടും നിങ്ങളോടും ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വഇന്നഹു ലദിക്റുൽ ലക വലിഖൗമിക വസൗഫ തുസ്അലൂ. നാളെ ഈ പരിശുദ്ധമായ ഖുർആനിനെ കുറിച്ച് നിന്നോട് നാളെ അല്ലാഹു ചോദ്യം ചെയ്യപ്പെടുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ ഈ ഖുർആൻ കേട്ടിട്ട് നടക്കുന്നവര്, ഇതിനെ പരിഗണിക്കാത്തവര്, ഇതിനെ ബഹുമാനിക്കാത്തവര്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഖുർആൻ ഓതാത്തവന്റെ പ്രതിഫലമല്ല, ഖുർആൻ പഠിക്കാത്തവന്റെ കാര്യമല്ല, അല്ലാഹനെ മറന്നു നടക്കുന്നവന്റെ കാര്യമല്ല. ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുകയാ, ഓതാൻ അറിയാത്തവനും അർത്ഥമറിയാത്തവനും ഖുർആൻ കേൾക്കാത്ത ഒരു മനുഷ്യനുമില്ലല്ലോ. ഉസ്താദേ, എനിക്ക് അറബി അറിയില്ല, എനിക്ക് ഓതാൻ അറിയില്ല, ഞാൻ മദ്രസയിൽ പോയിട്ടില്ല എന്ന് പറഞ്ഞു നടക്കുന്ന ഉപ്പയോട് നീ ഓരോ ദിവസവും അല്ലാഹുവിന്റെ ഖുർആൻ കേൾക്കുന്നവനാ. ഓതാൻ അറിയില്ലെങ്കിലും അർത്ഥമറിയില്ലെങ്കിലും അല്ലാഹുവിന്റെ ഖുർആൻ കേൾക്കാത്ത ഒരൊറ്റ മനുഷ്യൻ പോലും ഈ മജ്ലിസിലില്ലല്ലോ.
എല്ലാരും കേൾക്കുമല്ലോ, എല്ലാരും കേൾക്കുമല്ലോ. പള്ളിയിൽ ചെല്ലുമ്പോ ഇമാമുമാര് ഖുർആനിന്റെ ആയത്തുകൾ ഓതുന്നത് കേൾക്കുന്നവരാണ്. അത് ഓതിയിട്ട് അർത്ഥം പറഞ്ഞു തരും. എടോ, അർത്ഥമറിയണമെങ്കിൽ ആരിമാകണമെന്നൊന്നുമില്ല. ചിലർക്കൊക്കെ ഒരു വിവരമില്ലെങ്കിലും ഖുർആനിന്റെ ചില ആയത്തുകൾ കേൾക്കുമ്പോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ചില ആയത്തുകൾ കേട്ടാ മതി, അതിന്റെ അർത്ഥം മനസ്സിലാകും. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഖസിഹ അനിന്നാർ. ഈ ആയത്ത് കേൾക്കുമ്പോ ഇതിന്റെ അർത്ഥം ഏതാണെന്ന് ഏതു മനുഷ്യനും തിരിയും. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, ഇത് മരണത്തെ കുറിച്ചാണ് പറയുന്നതെന്ന് റോഡിലൂടെ വീടി വലിച്ച് നടക്കുന്ന വാപ്പയ്ക്കും തിരിയുമല്ലോ. ഇതുപോലെ ചില ആയത്തുകളുണ്ട്, അർത്ഥമറിയാതെ പഠിക്കാതെ തന്നെ തിരിച്ചറിയാൻ കഴിയുന്ന ചില ആയത്തുകളുണ്ടല്ലോ. അതുകൊണ്ട് ഈ നിരന്നിരിക്കുന്നവരോട് പറയുകയാ, ഞാനും നിങ്ങളും ഖുർആൻ കേൾക്കുന്നവരാ, ഞാനും നിങ്ങളും ഖുർആൻ കേൾക്കുന്നവരാ. ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയാനുള്ളതല്ല ഖുർആൻ. ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ തള്ളിക്കളയാനുള്ളതല്ല ഖുർആൻ. ആ കേൾക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കണം സഹോദരാ, ആ കേൾക്കുന്നതിനെ കുറിച്ച് നീ പേടിക്കണം സഹോദരാ. അല്ലാഹുവിന്റെ ഖുർആനിൽ പറയാത്തതൊന്നുമില്ലല്ലോ. കേവലം മരണവും ഖബറും നരകവും മാത്രമല്ലല്ലോ. പടച്ചവനെ, അതിനെക്കുറിച്ച് പറയുന്നത് പോലും നമുക്ക് ഇഷ്ടമല്ലല്ലോ. ഏത് വഅദിന്റെ സദസ്സിൽ പോയാൽ മരണവും ഖബറും നരകവും മസ്റയും സിറാത്തും മീസാനും ഇതല്ലാതെ വേറൊരു വിഷയവുമില്ലല്ലോ. കേട്ട് കേട്ടും മടുത്തു എന്ന് പറയുന്നവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് അതിനെ പരിഗണിക്കാത്ത മനുഷ്യ, നിസാരമായി തള്ളിക്കളയുന്ന മനുഷ്യ, ചിന്തിക്കാത്ത മനുഷ്യ, നിനക്കല്ലാഹു 10 ശിക്ഷ തരുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് ആ ആയത്തിനെ പരിഗണിക്കാത്തവൻ, അങ്ങനെ പാട്ട് കേൾക്കണ പോലെ കേട്ട് കളഞ്ഞാ പോരാ. ഖുർആനിന്റെ ഒരായത്തെങ്കിലും നിന്റെ മുന്നിൽ ഓതപ്പെട്ടു, നീ അത് കേട്ടു, അതിന്റെ അർത്ഥം നിനക്ക് പറഞ്ഞു തന്നു. പറഞ്ഞു തന്നാൽ നീ ചിന്തിക്കണം. അതിനെ നീ നിസാരമാക്കിയിട്ട് അത് ഉസ്താദന്മാരുടെ പണി, അവന്മാര് പിരിക്കാൻ വേണ്ടിയും പേടിപ്പിക്കാൻ വേണ്ടിയും ഇതൊക്കെ പറയണേ എന്ന് ചിന്തിക്കുന്നവരുണ്ടല്ലോ. അള്ളാഹുവിന്റെ വിശുദ്ധമായ കലാമ് കേട്ടിട്ട് പരിഗണിക്കാത്ത മനുഷ്യന് അള്ളാഹു 10 ശിക്ഷ തരും. ഞാൻ ആയത്ത് ഓതി നിങ്ങൾക്ക് പറഞ്ഞു തരാം. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. 10 പറയാന്ന് ഞാൻ വാക്ക് പറയൂല, ഞാൻ വാക്ക് തിരിച്ചെടുത്തു. എനിക്ക് 11 മണി വരെ ആ സമയമുള്ളത്. പിന്നെ ആദ്യം തന്നെ 10 പറയാന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഇതാ ഹദ്ദസ കദിബ എന്ന വാഗ്ദാന ലംഘനം. അള്ളാഹു സ്വർഗത്തിൽ നിന്ന് ആദൻ നബിയെ പുറത്താക്കിയത് നിസ്കരിക്കാത്തതിൻ്റെ പേരിലൊന്നും അല്ലല്ലോ, വാക്ക് ലംഘിച്ചതിൻ്റെ പേരിൽ. അതുകൊണ്ട് 11 മണി വരെ എത്ര പറയാൻ പറ്റുമോ അത്രയും പറയും, ദുആ ചെയ്ത് പിരിയും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇരിക്കല്ലേ ഇന്ന് വരെ ഖുർആൻ ആയത്ത് കേട്ടിട്ടില്ലെങ്കിലും ഇപ്പം കേൾക്കാൻ പോവല്ലേ? ഇത്രയും നാളും കേട്ടതൊക്കെ പോകട്ടെ, ഇപ്പൊ കേൾക്കാൻ പോവല്ലേ? ഞാൻ ഖുർആന്റെ ആയത്ത് ഒറ്റ ഹദീസും പറയൂല. ഇന്നൊരു ഹദീസ് ഞാൻ പറയണില്ല, ഖുർആനിന്റെ ആയത്തുകൾ മാത്രം ഞാൻ പറഞ്ഞു തരാം. ഈ കേൾക്കുന്ന ആയത്ത് നിന്റെ ഹൃദയത്തിൽ കൊത്തിവെച്ചോണം, നിസാരമാക്കരുത്. കൊത്തിവെച്ച് കഴിഞ്ഞാൽ നിനക്ക് അല്ലാഹു തരും 10 ശിക്ഷ. ഖുർആൻ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നാളെ ആരാപ്പ വയല്? സിൻസാറുൽ ഖുദൂബി ഉസ്താദിന്റെ വയലാ നാളെ. അല്ലാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അപ്പൊ നാളെ അതൊക്കെ കേൾക്കാൻ നമ്മൾ ഉണ്ടാകണമെന്നില്ലല്ലോ. ഉണ്ടാവും നമ്മളൊക്കെ നാളെ ഇതൊക്കെ കേൾക്കാൻ നമ്മൾ ഉണ്ടാകണമെന്നില്ലല്ലോ. അല്ലാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ, അല്ലാഹു നല്ല മരണം നൽകുമാറാകട്ടെ. ഇതൊക്കെ പറയുമ്പോൾ ചിലർക്കൊക്കെ പിന്നെ എനിക്കിപ്പോൾ അസുഖമൊന്നും ഇല്ലല്ലോ, ഞാൻ ഇപ്പോൾ ക്യാൻസറോ ട്യൂമറൊന്നും ഇല്ല, വടി പോലെ നടക്കും. ഇന്നലെ പത്രങ്ങളിലും കണ്ടു ഒരു സഹോദരൻ ഗൾഫിൽ നിന്ന് ഭാര്യയോട് വിളിച്ചു പറയാതെ നാട്ടിൽ വന്നു. ഭാര്യയോട് വിളിച്ചു പറയാതെ സർപ്രൈസ് കൊടുത്തതാ. 1400 കൊല്ലം മുമ്പ് നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എടാ ചങ്ങാതി പറയാതെ വീട്ടിൽ പോകരുതെന്ന് നബിയിന റസൂലുള്ളാഹി. 1400 കൊല്ലം മുമ്പ് നബിതങ്ങൾ പറഞ്ഞു, നീ വീട്ടിൽ പോകുമ്പോ ഭാര്യയോട് പറയണം, നീ ഭാര്യയോട് പറഞ്ഞിട്ട് വേണം വീട്ടിൽ പോകാൻ. ഇന്നത്തെ തലമുറ പറയാതാ പോന്നെ. ഭാര്യക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഗൾഫിൽ നിന്ന് വരും, വീട്ടിൽ ചെല്ലുമ്പോഴാ പുറകെ വീഡിയോ ആയിട്ട് ആള് നടക്കുന്നുണ്ട്.
ഗൾഫിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന ഭർത്താവ് ഭാര്യയുടെ പ്രതികരണം എന്താണെന്നറിയാം? മൊബൈലും പിടിച്ചൊരുത്തം പുറകില്. അള്ളാഹു ആ സഹോദരിക്ക് ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ കാലഘട്ടം അങ്ങനെ. അള്ളാഹു പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇന്ന് മരിക്കണമെങ്കിൽ അതിനൊരു യോഗം വേണം. വെള്ളിയാഴ്ച ദിവസമല്ലേ? വെള്ളിയാഴ്ച മരിക്കുന്നവന് ഷഹീദിന്റെ കൂലിയുണ്ട്. 6 രീതിയിൽ മരിക്കുന്നവർക്ക് ഷഹീദിന്റെ കൂലിയുണ്ട്. അതിൽപ്പെട്ട ഒരു മരണമാണ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരിക്കുക. അള്ളാഹു ഷഹീദിന്റെ കൂലി കിട്ടുന്ന ഒരു മരണം നൽകുമാറാകട്ടെ. അള്ളാഹിനെ പേടിച്ചുകൂടെ ജീവിക്കണം. അല്ലാതെ ഒരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ എൻ്റെ മകള് മരിച്ചുപോയി, വെള്ളിയാഴ്ചയാ മരിച്ച, ആത്മഹത്യ ചെയ്ത് തൂങ്ങിക്കളഞ്ഞു. വെള്ളിയാഴ്ച ദിവസം തൂങ്ങി. ഞാൻ ഈ അടുത്ത് എൻ്റെ പള്ളിയിലേക്ക് വെള്ളിയാഴ്ച ഇങ്ങനെ വരുമ്പോൾ റോഡ് സൈഡിൽ ആള് കൂടി നിൽക്കുന്നു. ആയൂരാണെന്ന് തോന്നുന്നു. ഒരാൾ തൂങ്ങി നിൽക്കുക. ഇപ്പോൾ ഒരാൾ പറഞ്ഞു, ഉസ്താദെ നമ്മുടെ കൗമാടൻ വെള്ളിയാഴ്ച ദിവസം, അറഫ വെള്ളിയാഴ്ച അല്ലായിരുന്നു, അറഫ ഇപ്രാവശ്യം ഈ അറഫയുടെ അന്ന്. അപ്പൊ ഓൻ അറിയാം മത്സ്യക്ക് അറഫയുടെ ദിവസം ഹജ്ജിന് പോയ ഹാജിമാര് മുഴുവനും അറഫയിൽ ഒരുമിച്ച് കൂടി ആ വെള്ളിയാഴ്ച ദിവസം തൂങ്ങി നിൽക്കുക. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഞാൻ പറയുന്ന കാര്യം ചിന്തിച്ചാൽ മാത്രം മതി. ഉൾക്കൊള്ളണമെന്ന് തോന്നിയാൽ ഉൾക്കൊള്ളാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ.